ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജ്യത്തെ താമസ സ്ഥലങ്ങളിലും തൊഴിൽ സ്ഥലങ്ങളിലും മറ്റും തീപിടുത്തങ്ങൾ ഒഴിവാക്കുന്നതിന് സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തണമെന്നും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം ആവശ്യപ്പെട്ടു. ഇലക്ട്രിക് ഡിവൈസുകൾ ആവശ്യം കഴിഞ്ഞ ഉടൻ തന്നെ ഓഫ് ചെയ്യാൻ മറക്കരുതെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. ഇതിനിടെ കഴിഞ്ഞ ഞായറാഴ്ച രാത്രി തെക്കൻ ഷെർക്കിയ വിലായത്തിൽ വീടിന് തീപിടിച്ചു. അഗ്നിശമന സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. അതേസമയം സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും എങ്കിലും നിരവധി സാധനങ്ങൾ കത്തിനശിച്ചതായും അധികൃതർ ഓർമ്മിപ്പിച്ചു. ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റ് ക്ലാസുകൾ ആരംഭിക്കുന്നത് കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനത്തിന് വഴിയൊരുക്കും. പുതിയ അധ്യയന വർഷം കൂടുതൽ വിദ്യാർത്ഥികൾ പ്രവേശനം തേടിയെത്തിയതോടെ ഡാർസൈറ്റ് ഇന്ത്യൻ സ്കൂൾ ഇതിനോടകം പുതിയ ഷിഫ്റ്റ് ആരംഭിച്ചു കഴിഞ്ഞു. മസ്കറ്റ് ഇന്ത്യൻ സ്കൂളും ആഫ്റ്റർനൂൺ ഷിഫ്റ്റിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെയും ഇന്ത്യൻ സ്കൂൾസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെയും അനുമതി ലഭിച്ചതോടെ മസ്കറ്റ്, ഡാർസൈറ്റ് ഇന്ത്യൻ സ്കൂളുകളിലാണ് 2 ഷിഫ്റ്റുകളിലായി ക്ലാസുകൾ വികസിപ്പിക്കുന്നത്. ഡാർസൈറ്റ് സ്കൂളിൽ 1 മുതൽ 5-ാം തരം വരെയുള്ള ക്ലാസുകളിലാണ് ഷിഫ്റ്റ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഇതിനോടകം 50ഓളം കുട്ടികൾ പുതുതായി പ്രവേശനം നേടുകയും രാവിലത്തെ ഷിഫ്റ്റിലുണ്ടായിരുന്ന ചിലർ ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1:15 മുതൽ വൈകിട്ട് 5:30 വരെയാണ് ക്ലാസ് സമയം. നിലവിൽ ആദ്യ ഷിഫ്റ്റ് 12:45-നാണ് അവസാനിക്കുന്നത്. നിലവിലെ വിദ്യാർത്ഥികളിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്നും അഭിപ്രായങ്ങൾ തേടി മസ്കറ്റ് ഇന്ത്യൻ സ്കൂൾ ഇതിനോടകം രക്ഷിതാക്കൾക്ക് സർക്കുലറും നൽകിയിട്ടുണ്ട്. പുതിയ അഡ്മിഷൻ കൂടി പരിശോധിച്ച് അടുത്ത ആഴ്ചയോടെ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് വഴി പുതിയ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകാൻ സാധിക്കുന്നതിനോടൊപ്പം നിലവിലെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ സമയം തിരഞ്ഞെടുക്കാനും അവസരം ലഭിക്കും. ആദ്യഘട്ടം നിലവിലുള്ള അധ്യാപകർ തന്നെയാണ് ക്ലാസ് എടുക്കുക. പുതിയ റിക്രൂട്ട്മെന്റ് ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. നിയമനം കൂടി പൂർത്തിയാകുന്നതോടെ കൂടുതൽ അധ്യാപകരുടെ സേവനവും ലഭ്യമാകും. ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റ് ക്ലാസുകൾ ആരംഭിക്കുന്നതോടെ വിവിധങ്ങളായ ഗുണങ്ങളാണ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കളും ലഭിക്കുന്നത്. ഇത്തവണ കൂടുതൽ അപേക്ഷകൾ വന്നതിനാൽ തന്നെ മസ്കറ്റ്, ഡാർസൈറ്റ് ഇന്ത്യൻ സ്കൂളുകളിൽ പ്രൈമറി, ജൂനിയർ ക്ലാസുകളിൽ അനുവദിച്ചതിലധികം കുട്ടികൾ പഠനം നടത്തുന്നുണ്ട്. ആഫ്റ്റർനൂൺ ഷിഫ്റ്റിൽ ഓരോ ക്ലാസുകളിലെയും കുട്ടികളുടെയും അനുപാതം കുറയ്ക്കാൻ സാധിക്കും. ഇതുവഴി കുട്ടികൾക്ക് അധ്യാപകരിൽ നിന്നും കൂടുതൽ ശ്രദ്ധ കിട്ടുകയും പഠന നിലവാരം മെച്ചപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യും. അധ്യാപകരുടെ അമിതഭാരവും ഒഴിവാക്കാം. സെക്കൻഡ് ലാംഗ്വേജ് തിരഞ്ഞെടുക്കുന്നതിൽ കുട്ടികൾക്ക് കൂടുതൽ അവസരം ലഭിക്കും. മസ്കറ്റ് ഗവർണറേറ്റിലെ മറ്റ് സ്കൂളുകളെ അപേക്ഷിച്ച് മസ്കറ്റ്, ഡാർസൈറ്റ് ഇന്ത്യൻ സ്കൂളുകളിൽ ഇത്തവണ വലിയ തോതിൽ കുട്ടികൾ അഡ്മിഷന് അപേക്ഷ നൽകിയിരുന്നു. മികച്ച പഠന നിലവാരവും മറ്റ് സ്കൂളുകളെ അപേക്ഷിച്ച് താരതമ്യേന കുറഞ്ഞ ഫീസും ഇതിന് കാരണമാണ്. ഷിഫ്റ്റ് ക്ലാസുകൾ കൂടി ആരംഭിക്കുന്നതോടെ അടുത്ത വർഷങ്ങളിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകാൻ സാധിക്കും. ഖരീഫ് സീസണിന്റെ ഭാഗമായി എത്തുന്ന സഞ്ചാരികൾക്ക് യാത്ര എളുപ്പമാക്കുന്നതിനായി തുടർ നടപടികളുമായി ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം ദോഫാർ, അൽവുസ്ത, ദാഖ്ലിയ ഗവർണറേറ്റുകളിൽ മൺസൂൺ കാറ്റുമൂലം ചില റോഡുകളിൽ അടിഞ്ഞുകൂടുന്ന മണൽ നീക്കം ചെയ്യാൻ മന്ത്രാലയത്തിന്റെ വർക്ക് ടീം 24 മണിക്കൂറും പ്രവർത്തിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. റോഡുകളുടെ അറ്റകുറ്റപ്പണികളും സുരക്ഷാ നടപടികളും പൂർത്തീകരിച്ചതായി അധികൃതർ അറിയിച്ചു. അതിർത്തി ചെക്ക് പോസ്റ്റുകൾ മുതൽ ദോഫാറിലെ വിവിധ ടൂറിസം സ്ഥലങ്ങൾ വരെ നീളുന്ന എല്ലാ റോഡുകളുടെയും ഗതാഗത യോഗ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതേസമയം വരും ദിവസങ്ങളിൽ കൂടുതൽ സഞ്ചാരികൾ ദോഫാറിലേക്ക് ഒഴുകുമെന്നാണ് കരുതുന്നത്. കൂടുതൽ ആളുകളും റോഡ് മാർഗമാണ് എത്തുക. ഇത് മുന്നിൽ കണ്ടാണ് മികച്ച മുന്നൊരുക്കങ്ങൾ നടത്തുന്നത്. കഴിഞ്ഞ വർഷം സഞ്ചാരികൾ കൂടുതലായി എത്തിയിരുന്നത് റോഡ് മാർഗമായിരുന്നു. ഖരീഫ് സീസണിൽ ദോഫാറിൽ എത്തുന്നവരും കൂടെയുള്ളവരും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി കൂടുതൽ ബോധവൽക്കരണ നടപടികളുമായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയും രംഗത്തെത്തിയിട്ടുണ്ട്. യാത്ര തുടങ്ങുന്നതിനു മുമ്പ് വേണ്ട അറ്റകുറ്റപ്പണികൾ നടത്തി വാഹനങ്ങളുടെ സുരക്ഷ പരിശോധിച്ച് ഉറപ്പുവരുത്തണം. സ്ട്രെച്ച് റോപ്പ്, വെള്ളം, ലാമ്പ്, ചാർജർ, മൊബൈൽ ഫോൺ തുടങ്ങിയവ വാഹനത്തിൽ കരുതേണ്ടതാണ്. മരുന്നുകളും ആവശ്യമായ ഉപകരണങ്ങളും അടങ്ങിയ ഒരു പ്രഥമ ശുശ്രൂഷ കിറ്റും സൂക്ഷിക്കണം. സ്വയം പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന അഗ്നിശമന ഉപകരണവും വാഹനത്തിൽ കരുതേണ്ടതാണ്. ഇത് പ്രവർത്തിപ്പിക്കാൻ പരിശീലനവും നേടണം. അനാവശ്യ ഉപകരണങ്ങളിൽ നിന്നും വൈദ്യുതി പ്രവാഹം വിച്ഛേദിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. വാഹനമോടിക്കുമ്പോൾ വേഗത കുറയ്ക്കുകയും സുരക്ഷാ മുൻകരുതൽ നടപടികൾ പാലിക്കുകയും വേണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു.
ഒമാനിലെ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്തവർ 11.9% വർദ്ധിച്ചതായി ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. ഈ വർഷത്തിലെ ആദ്യ 6 മാസത്തിനിടെ 70,74,854 പേരാണ് വിമാനത്താവളങ്ങൾ ഉപയോഗപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 63,32,152 യാത്രക്കാരായിരുന്നു യാത്ര ചെയ്തത്. മസ്കറ്റിൽ യാത്രക്കാരിൽ 11.8%, സലാലയിൽ 10.9% യാത്രക്കാർ വർദ്ധിച്ചു. ഈ കാലയളവിലെ വിമാന സർവീസുകളിലും വർധനവുണ്ടായതായി NCS കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഖരീഫ് സഞ്ചാരികൾ ഉൾപ്പെടെ കുട്ടികളും വാഹനത്തിൽ നിന്നും സൺറൂഫ് വഴി പുറത്തേക്ക് തലയിടുമ്പോഴുണ്ടാകുന്ന അപകട സാധ്യതകളെ റോയൽ ഒമാൻ പോലീസ് വിശദീകരിച്ചു. അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് ശ്രദ്ധിക്കണമെന്നും യാത്രകളിൽ സുരക്ഷ ഉറപ്പാക്കണമെന്നും നിർദ്ദേശിച്ചു. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ പ്രവചനം. കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാതി സജീവമായി സ്ഥിതി ചെയ്യുന്നുണ്ട്. തെക്ക് കിഴക്കൻ മധ്യപ്രദേശത്തിനു മുകളിൽ ചക്രവാത ചുഴിയും നിലനിൽക്കുന്നു. ഇതിന്റെ ഫലമായി കേരളത്തിൽ വ്യാപകമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ എറണാകുളം, പാലക്കാട്, മലപ്പുറം, വയനാട്, തൃശൂർ, ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് കലക്ടർ അവധി പ്രഖ്യാപിച്ചു. അംഗൻവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ, CBSE, KCSE സ്കൂളുകൾ ഉൾപ്പെടെ അവധി ബാധകമാണ്. കോഴിക്കോട് സ്കൂളുകൾക്ക് അവധിയായിരിക്കും. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾ, യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമുണ്ടാകില്ല. ലോകതലത്തിൽ ഏറ്റവും കൃത്യനിഷ്ഠത പാലിക്കുന്നതിൽ തുടർച്ചയായി 1-ാം സ്ഥാനം റിയാദിലെ കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം നേടി. കഴിഞ്ഞ മെയ്, ജൂൺ മാസങ്ങളിലാണ് തുടർച്ചയായി 1-ാം സ്ഥാനം നേടിയത്. വിമാന ഷെഡ്യൂളുകളുടെ സമയക്രമം പാലിക്കുന്നതിൽ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ റാങ്കിംഗ് നിശ്ചയിക്കുന്ന ഏജൻസിയായ CIRIEM-DO ആണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. തുടർച്ചയായി ഈ നേട്ടം സ്വന്തമാക്കാൻ സഹായിച്ച കിങ് ഖാലിദ് വിമാനത്താവളത്തിലെ എല്ലാ ജീവനക്കാർക്കും എയർപോർട്ട് കമ്പനി CEO നന്ദി അറിയിച്ചു. അഴിമതിയെ എല്ലാ രൂപങ്ങളിലും ശക്തമായി നേരിടുമെന്ന് സൗദി അഴിമതി വിരുദ്ധ അതോറിറ്റി അറിയിച്ചു. സൗദി മന്ത്രിസഭ അംഗീകരിച്ച പുതിയ വ്യവസ്ഥ സാമ്പത്തികവും ഭരണപരവുമായ അഴിമതിയെ അതിൻ്റെ എല്ലാ രൂപങ്ങളിലും പ്രകടനങ്ങളിലും ചെറുക്കുന്നതിനുള്ള അധികാരം അതോറിറ്റിക്ക് നൽകുന്നുണ്ടെന്നും മേധാവി മാസിൻ അൽ ഖയമൂസ് അറിയിച്ചു. പൊതുപണം സംരക്ഷിക്കുന്നതിനും രാജ്യത്തിൻ്റെ കഴിവുകളും നേട്ടങ്ങളും സംരക്ഷിക്കുന്നതിനും ഇത് സഹായിക്കും.